ത്രിയേക ദൈവത്തിന് സ്തുതി. ജനുവരി മാസം 19-ാം തീയതി സഭ ധ്യാനിക്കുന്ന വിഷയമാണ് എക്യൂമെനിക്കൽ സൺഡേ. സഭ ഐക്യ പ്രസ്ഥാനങ്ങളെ ഓർക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക നിമിഷം. ഇതിൻ്റെ 1-ാം പാഠം നമ്മൾ വായിച്ചു കേൾക്കുന്നത് സഖറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. അനേക രാഷ്ട്രങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് പ്രയാണം ചെയ്ത് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ സമൂഹത്തെക്കുറിച്ച് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നാം 2-ാം പാഠമായി വായിക്കുമ്പോൾ അവിടെ സഭയുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഐക്യതയെക്കുറിച്ചുള്ള പ്രബോധനം ഉൾക്കൊള്ളുവാനായിട്ട് ഇടയാകുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ സ്ലീഹഭാഗമായിട്ട് വായിക്കുമ്പോൾ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ചും അവരുടെ അടയാളങ്ങളെക്കുറിച്ചും നമ്മൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് ഏവൻഗേലിയനായിട്ട് വായിക്കുന്ന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കൊള്ളട്ടെ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിൽ ആകേണ്ടത് തന്നെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, തിരുവചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുമാറാകണമേ. വചനം ജഡം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ പാർക്കുകയും ഞങ്ങളെ കൃപയും സത്യത്തിലേക്കും വഴി നടത്തുകയും ചെയ്ത കൃപകൾക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിന്റെ കാരുണ്യത്തിൽ ആശ്രയിപ്പാനും ഈ വചനധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തുവാനും ഇടയാക്കണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായ സ്തോത്രം. സർവമാനവും മഹത്വം അങ്ങേന് എടുക്കണം. യേശു നാമത്തിൽ തന്നെ, ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം മറ്റ് 3 സുവിശേഷങ്ങൾ ആയ സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ്. യോഹന്നാന്റെ സുവിശേഷം ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള യേശുക്രിസ്തുവിനെ ആണ് അവതരിപ്പിക്കുന്നത്. മറ്റ് 3 സുവിശേഷങ്ങൾ യേശുക്രിസ്തു എന്ത് ചെയ്തു എന്ന് ഉള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം യേശുക്രിസ്തു എന്തായിരുന്നു എന്ന് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. തൻ്റെ 7 ഞാനാകുന്നു പ്രഖ്യാപനങ്ങളിലൂടെ കർത്താവ് ഈ ലോകത്തിനും ഈ സഭയ്ക്കും എന്തായിരുന്നു എന്ന് നമ്മൾ ആഴമായിട്ട് മനസ്സിലാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വേദഭാഗത്തിൻ്റെ വായനയിലൂടെയും വ്യാഖ്യാനത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള യാഥാർത്ഥ്യം, കർത്താവ് സഭയിലൂടെ എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും സഭ എന്തായി തീരണമെന്നും ഉള്ള ബോധം നമ്മളിൽ പകരുകയാണ്. 13 മുതൽ ഉള്ള വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് നടത്തുന്ന വ്യവഹാരം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രൂശ് മരണത്തിന് മുൻപേ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചെടുപ്പിച്ച് അവർക്ക് നൽകുന്ന ഉപദേശങ്ങളെ നമ്മൾക്ക് അവിടെ ഉൾക്കൊള്ളുവാനായിട്ടും ഇടയാകും. 17 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിതരുടെ പ്രാർത്ഥനയാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മഹാപുരോഹിത പ്രാർത്ഥന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. തൻ്റെ സഭയ്ക്ക് വേണ്ടിയും തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും കർത്താവ് നടത്തുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഒരു നിസ്സഹായ അവസ്ഥയിൽ ഒരു മനുഷ്യൻ നടത്തുന്ന ഒരു അപേക്ഷ എന്നതിനുപരി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രബോധനവും ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വായിക്കുന്നതിലൂടെ നാം എങ്ങനെയായിരിക്കണം, നാം എന്തായിരിക്കണം എന്നുള്ള ബോധ്യം സഭയ്ക്ക് പകരപ്പെടുകയാണ്. ഇന്ന് സഭയായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന വിഷയം ക്രിസ്തുവിൽ ഒന്നാകേണ്ട സഭ എന്നാണ്. ക്രിസ്തുവിൽ ഒന്നാകേണ്ട സഭ. വിശ്വാസ പ്രമാണത്തിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു, സഭ ഏകമാണ്. സഭ ഏകമാകണം എന്നുള്ള വലിയ ആഗ്രഹം സഭാപിതാക്കന്മാർക്ക് എക്കാലവും ഉണ്ടായിരുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സഭ ദൈവത്താൽ സ്ഥാപിതമാണ്. ദൈവത്താൽ സ്ഥാപിതവും ദൈവത്താൽ പരിപാലിക്കപ്പെടുകയും ചെയ്യുന്ന ഈ സഭ നിലനിന്നു പോകുന്നത് ദൈവത്തോടുള്ള ദൈനംദിന ബന്ധത്തിൽ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മൾ പട്ടംകൊട ശുശ്രൂഷയിൽ പറയുന്നത്, മെശിഹായെ സ്നേഹിക്കുകയും മെശിഹായാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന തിരുസഭയ്ക്ക് ശമാശന്മാരെയും കശീശന്മാരെയും നൽകുന്നു എന്ന്. അപ്രകാരം കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരുമനപ്പെട്ട് നിൽക്കേണ്ട സഭയുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ സഭ അതിൻ്റെ ആഹ്വാനം സ്വീകരിക്കുന്നത് ഏത് മാർഗേനയാണ് എന്ന് നമ്മൾക്ക്
3 ധ്യാനങ്ങളിലൂടെ ചിന്തിക്കാം. സഭ ഒന്നാകേണ്ട പ്രധാനപ്പെട്ട മാനം സഭ വ്യത്യസ്തതകളെ സ്വീകരിക്കുന്നതിലൂടെയാണ് സാധ്യമാകേണ്ടത്. വ്യത്യസ്തതകളെ സ്വീകരിക്കുക, ബൈ എംബ്രേസിങ് യുണീക്ക്നെസ്. വ്യത്യസ്തരായി മാറുക എന്ന് പറയുന്നത് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്ന നിയോഗമാണ്. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. ലൗകികന്മാർ അല്ലാതെ ഇരിക്കണമെങ്കിൽ ലോകക്രമത്തോടുള്ള അനുരഞ്ജനം വിട്ടുപിരിഞ്ഞ് ഉള്ള നിയോഗപാത തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയാകണം. വ്യത്യസ്തതകൾ കർത്താവ് നൽകിയിരിക്കുന്ന വരദാനമാണ്. വ്യത്യസ്തമായിട്ട് ജീവിക്കുവാനും വ്യത്യസ്തമായിട്ട് ജീവിത സാഹചര്യങ്ങളോട് ഇടപെടുവാനും ദൈവം നൽകിയിരിക്കുന്ന നിയോഗത്തെ അർത്ഥവത്തായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ഇടയാകണം. കാരണം സഭയുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ജീവിത ഇടങ്ങളുമായിട്ടുള്ള ഇടപാടിലാണ് വ്യത്യസ്ത ദൈവശാസ്ത്രങ്ങളും വീക്ഷണങ്ങളും നമ്മൾക്ക് ലഭ്യമായിരിക്കുന്നത്. അവയെ ഉൾക്കൊള്ളുവാൻ വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടാൽ മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇന്ന് വ്യത്യസ്തമായിരിക്കുന്നതിനെ വകഞ്ഞു മാറ്റുവാനും ഒഴിവാക്കുവാനും ഉള്ള ഒരു തത്രപ്പാടിനിടയിൽ ഈ വ്യത്യസ്തത എന്നുള്ള നന്മയെ ഉൾക്കൊള്ളുവാനായിട്ട് നമ്മൾക്ക് സാധിക്കാതെ പോകുന്ന ഒരു ജീവിത സാഹചര്യം കൂടിയാണ് ഇത്. ഫണ്ടമെന്റലിസം, മൗലികവാദം വർദ്ധിച്ചു വരുന്ന ഇടങ്ങളിൽ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ നിയോഗം ഏറ്റവും അർത്ഥവത്തായിട്ട് ഉൾക്കൊള്ളുവാനും പറ്റിച്ചേർക്കുവാനും നമ്മൾക്ക് ഇടയാകണം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന 2ാമത്തെ തലമാണ് സത്യത്താൽ ഉള്ള ശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ ബൈ ട്രൂത്ത്. 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് യേശുക്രിസ്തു പിതാവിനോട് അപേക്ഷിക്കുന്നത്. എന്താണ് സത്യം? പലപ്പോഴും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ സത്യം തിരിച്ചറിയുവാനായിട്ട് നമ്മൾ നന്നേ പാടുപെടുന്നതായിട്ട് നമ്മൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. സത്യം എപ്പോഴും ദൈവവചനത്തോട് ചേർന്നുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. സത്യം ദൈവവചനത്തോട് ചേർന്നും ദൈവത്തോടുള്ള ബന്ധത്തിലും ഉൾക്കൊള്ളുവാനും അതിനെ സ്വീകരിപ്പാനും നാം തയ്യാറാകുന്ന ഇടങ്ങളിലാണ് നമ്മൾ പൂർണ്ണമായിട്ടും വിശുദ്ധരായി തീരുവാനും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുവാനായിട്ട് ഉള്ള സാധ്യത നിഴൽ ഇടുന്നത്. സത്യം എപ്പോഴും കർത്താവ് നമ്മൾക്ക് തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി തരികയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഒന്നാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഒരു തിരുനാളം കത്തിച്ച് വെക്കുമ്പോൾ അത് നേരെ നിൽക്കുമ്പോഴാണ് അത് അധികമായിട്ട് പ്രകാശിക്കുകയും അത് അധികമായിട്ട് ശോഭിക്കുകയും അധികം പ്രയോജനം ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൊയ്മുഖങ്ങളും ആവരണങ്ങളും നിറഞ്ഞിടങ്ങളിൽ സത്യം എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ സഭ നിലനിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വേദവിപരീതങ്ങളിൽ നിന്നും ദൈവ വിപരീതങ്ങളിൽ നിന്നും അന്യപ്പെട്ടു നിൽക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ മാത്രമേ നമ്മൾക്ക് വിശുദ്ധീകരണം സാധ്യമാകുകയുള്ളൂ. രക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട തലമാണല്ലോ വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ പടിപടിയായി ഉയരണമെങ്കിൽ സത്യം പടിപടിയായി നമ്മളിൽ വിളങ്ങുകയും ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സാന്റിഫിക്കേഷൻ ഇസ് എ പ്രോഗ്രസീവ് ഡിസ്കണക്ട് ഫ്രം സിൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നീതീകരണം അല്ലെങ്കിൽ ശുദ്ധീകരണം പാപത്തോടുള്ള ദൈനംദിനമായിട്ടുള്ള വിടപറച്ചിൽ ആകണമെങ്കിൽ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന 3ാമത്തെ മാനമാണ് സഭ ജഡാവതാരണത്തിൻ്റെ തുടർച്ചയാണ് എന്ന്. പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. പിതാവ് പുത്രനെ അയക്കുന്നത് പോലെയാണ് പുത്രൻ സഭയെ നിയമിച്ചിരിക്കുന്നത് എന്ന് ഉള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. സഭ ജഡാവതാരണത്തിൻ്റെ തുടർച്ചയും പകർച്ചയുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ഈ ലോകത്തിൽ ചെയ്തതുപോലെ തന്നെ കർത്താവിനെ പോലെ ആയിരിക്കാൻ ഈ ലോകത്തിൽ നമ്മൾക്ക് സാധിക്കണം. കർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ആ ദൗത്യത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയായിരുന്നു. സ്നേഹം കൂടാതെ നമ്മൾക്ക് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. തന്നെത്താൻ ശൂന്യവൽക്കരിക്കുന്ന സ്നേഹമാണ് നമ്മൾക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. ആയത് മനസ്സിലാക്കണമെങ്കിൽ ഒരുമയോടെ സ്നേഹത്തിൻ്റെ വാഹകരായി
ഉയർത്തിപ്പാൻ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയോഗത്തെ നമ്മൾ ഗൗരവമായിട്ട് ഉൾക്കൊള്ളണം. അതാണ് എക്യൂമിനിസത്തിൻ്റെ പൂർണ്ണത. നമ്മൾക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നിടങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം കർത്താവ് നമ്മളെ നിയമിച്ചതുപോലെ തന്നെ പകരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാകപ്പെടേണ്ട സഭയുടെ 3 മാനങ്ങൾ, തലങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. 1, വ്യത്യസ്തതകളെ സ്വീകരിക്കുക. 2, സത്യത്താൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. 3, ജഡാവധാരണത്തിൻ്റെ തുടർച്ചകളായിട്ട് ഈ ലോകത്തിൽ ഭവിക്കുക. ഈ നിയോഗം ഏറ്റെടുക്കുവാനും അർത്ഥവത്തായിട്ട് ഈ ലോകത്തിൽ ശുശ്രൂഷകൾ ചെയ്യുവാനും ത്രിയേക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.